ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കുട്ടികളെല്ലാവരും വീട്ടിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടാവും കഴിക്കാനായിട്ട്. പക്ഷെ നമുക്കാണെങ്കിലോ പുറത്തിറങ്ങി ഒന്നും മേടിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള റവ കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളി കറുമുറയായിട്ടുള്ള ഒരു റവ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പല ഷേപ്പിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് 1 കപ്പ് റവയാണ്. ഞാൻ ഇവിടെ വറുത്ത തരിയുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി. അപ്പോൾ ആദ്യം തന്നെ ഈ വറുത്ത റവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല തീരെ തരിയൊന്നും ഇല്ലാത്ത റവയാണെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉപ്പൊക്കെ നന്നായിട്ട് ഈ റവയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി അടിച്ചെടുത്ത റവ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അധികം മുളക് പൊടി ആവശ്യം ഉണ്ടാവില്ല. ഇനി വേണ്ടത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതായത് എടുത്തിട്ടുള്ള റവയുടെ പകുതി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ബാക്കി വരും. അപ്പോൾ മൊത്തം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം ഇത് കുറച്ച് നേരം നമ്മളിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റവ ഒന്നും കൂടിയും വെള്ളമൊക്കെ വലിച്ചെടുത്ത് കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ കുറച്ച് ലൂസിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ, അരമണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതൊരു 2-3 ബോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് വലുപ്പമുള്ള ഒരു ബോളാക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബോളുകളൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തുമ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദയോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. കട്ടിയിൽ പരത്തരുത്, നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കുപ്പിയുടെ മൂടി കൊണ്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പല ഷേപ്പിലുള്ള കട്ടറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുമ്പോഴാണ്. സ്ക്വയർ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നന്നായി തിന്നായി പരത്തിയ ശേഷം നമ്മളിതിങ്ങനെ നീളത്തിൽ മുറിച്ച് ഇനി ഒന്നും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇനി ഇതും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പല ഷേപ്പിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട്, അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള 4 മണിക്കും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വെറുതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്